ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രശ്മീസ് ക്രാഫ്റ്റ്സ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രശ്മീസ് ക്രാഫ്റ്റ്സ്. എല്ലാവർക്കും എൻ്റെ വക ന്യൂ ഇയർ ആശംസകൾ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് കുക്കീസാണ്. ചോക്ലേറ്റ് ബട്ടർ കുക്കീസ് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ആദ്യം നമുക്കിതുപോലെ ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കാം, വെണ്ണ ചേർത്ത് കൊടുക്കാം. വെണ്ണ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യും ഉപയോഗിക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആ ബട്ടറിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര അളവിലാണോ കുക്കീസ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് വേണം എടുക്കാൻ. ഇപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ ബട്ടറിന് 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചത് ചേർത്ത് നല്ലവണ്ണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. രണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് വരണം. ഇവിടെ ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലൊരു പാത്രം വെച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഒരു 2 കപ്പ് മൈദാമാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 കപ്പ് മൈദാമാവ്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നമുക്കിതിലേക്ക് അരിച്ച് ചേർക്കാം. കട്ടയൊന്നുമില്ലാതെ തരിയൊന്നുമില്ലാതെ തന്നെ ഇതിലേക്ക് അരിച്ച് ചേർക്കേണ്ടതുണ്ട്. ഇതുപോലെ എല്ലാം നമുക്കിതുപോലെ അരിച്ച് ചേർക്കാം. അരിച്ച് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിക്കേണ്ടത് സ്പൂൺ കൊണ്ട് യോജിപ്പിച്ചാൽ പറ്റില്ല, കൈ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണം. മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫുൾ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. ഈ സമയത്ത് 2 തുള്ളി വാനില എസൻസും കൂടെ ചേർക്കുകയാണ്. ഇൻ കേസ് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് ഇതുപോലെ നമുക്ക് കുഴച്ച് ഫുൾ എടുക്കാം. ഇനി ഒരു പ്ലേറ്റിലിട്ട് കുറച്ച് നെയ്യോ ബട്ടറോ ഇതുപോലെ പുരട്ടി കൊടുക്കാം. നല്ലതുപോലെ പുരട്ടി കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ആവശ്യത്തിന് ഇതുപോലെ ബോൾസ് ഉണ്ടാക്കി നല്ലതുപോലെ ഇങ്ങനെ റൗണ്ട് ആക്കിയതിന് ശേഷം കയ്യിൽ വെച്ച് റൗണ്ടാക്കിയതിന് ശേഷം കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് ഒരു കുക്കീസിൻ്റെ രൂപത്തിലാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഡിസൈനിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ ഫോർക്ക് വെച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണ്, ചെറിയൊരു ഡിസൈനിന് വേണ്ടിയിട്ട്. ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫോർക്ക് കൊണ്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു ഫോമിൽ നമുക്ക് കിട്ടും, ഒരു ഡിസൈൻ ഫോമിൽ കിട്ടും. പിന്നെ കുക്കീസ് എപ്പോഴും കുറച്ച് ഡിസ്റ്റൻസിൽ വേണം ഇതുപോലെ വെച്ച് കൊടുക്കാൻ, അടുത്തടുത്ത് വെക്കരുത്. ഇത് വെന്ത് വരുമ്പോൾ കുറച്ചൊന്ന് സ്പ്രെഡാവും, അപ്പോൾ തമ്മിൽ ഒട്ടാൻ ചാൻസ് ഉണ്ട്. അത് നമുക്കിവിടെ ചൂടായിരിക്കുന്ന ഇഡ്ഡലി തട്ടിലേക്ക് കുക്കറിലേക്ക് നമ്മളിത് ഇറക്കി വെച്ച് കൊടുത്തു. വേറൊരു തട്ടും ഇതുപോലെ ഞാൻ നമ്മുടെ കേക്ക് ട്രെയിൽ ഉണ്ടാക്കി ഇതുപോലൊരു ചീനച്ചട്ടിയിലേക്ക് ഇതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് കൊടുത്ത് ഒരു 3/4 മണിക്കൂർ, ഒരു 45-50 മിനിറ്റ്സ് വേണം ഇത് നല്ലതുപോലെ ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കാം, ഒരു സിം ടു മീഡിയം ലെവലിൽ. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കുക്കീസ് എല്ലാം ആ പ്ലേറ്റിൽ നിന്ന് പതുക്കെ ഇതുപോലെ ഇളകി വരുന്നത് കാണാം. നല്ല ക്രിസ്പി ആയിട്ട് ഇളകി വരുന്നത് കാണാം. എല്ലാം ജസ്റ്റ് ബാക്ക് സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കളർ മാറിയിരിക്കുന്ന കാണാം. അങ്ങനെ കുക്കീസ് എല്ലാം ഓൾമോസ്റ്റ് ബേക്ക് ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി എടുക്കുമ്പോൾ എപ്പോഴും നല്ല ക്രിസ്പായിരിക്കില്ല. ഒരുവിധം തണുത്തതിന് ശേഷം മാത്രമേ കുക്കീസ് നമുക്ക് നോക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ ആ ക്രിസ്പിൻസ് കിട്ടത്തുള്ളൂ. ചൂടായിട്ടിരിക്കുമ്പോൾ ഇച്ചിരി സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. മറ്റേതും ചെക്ക് ചെയ്ത് നോക്കി ആ ട്രെയിൽ നിന്ന് ഇളകി വന്നിട്ടുണ്ട്. കുക്കീസ് ഇപ്പോൾ ബേക്കായി കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ നമ്മളെ അടിപൊളി ചോക്ലേറ്റ് ബട്ടർ ചോക്ലേറ്റ് കുക്കീസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കുട്ടികൾക്കെല്ലാം വൈകുന്നേരം കൊടുക്കാവുന്നതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.